പ്രശ്നത്തെ നേരിട്ട് അവിടെ അവസരങ്ങൾ കണ്ടെത്തുക. 1990 ഗൾഫ് യുദ്ധം നടക്കുമ്പോൾ എല്ലാവരും പേടിച്ച് അവരുടെ അസറ്റുകളെല്ലാം വിട്ട് നാട്ടിലേക്ക് മടങ്ങുമ്പോൾ യൂസഫ് അലി ഇക്ക എന്താ ചെയ്തതെന്ന് അറിയോ? അദ്ദേഹം അവിടെ ആദ്യത്തെ വലിയ ഹൈപ്പർ മാർക്കറ്റ് തുറന്നു. ഇതിനെയാണ് സൈക്കോളജിയിൽ ആന്റി ഫ്രജൈലിറ്റി എന്ന് പറയുന്നത്. ലോകം മൊത്തം പേടിച്ചിരിക്കുമ്പോൾ അവിടെയാണ് നമ്മൾ ഏറ്റവും വലിയ ഓപ്പർച്യൂണിറ്റീസ് നേടിയെടുക്കാൻ പറ്റുന്നത് എന്ന് തിരിച്ചറിയാനുള്ള ആ ഒരു ടെക്നിക്ക്. കോടീശ്വരനായതുകൊണ്ട് ബാക്കിയുള്ളവരൊക്കെ ചെറിയവരാണെന്ന് അദ്ദേഹം ഒരിക്കലും കരുതിയിട്ടില്ല. ഒരു ജൂനിയർ സ്റ്റാഫിനെ കണ്ടാൽ പോലും അദ്ദേഹം പേര് ചൊല്ലി വിളിക്കുമായിരുന്നു. അതൊരു വിനയമല്ല, അതൊരു റിലേഷണൽ ഇന്റലിജൻസ് ആണ്. നമ്മൾ അധികാരത്തിന്റെ മുകളിലേക്ക് കയറുമ്പോൾ കാണാം ആൾക്കാർ ഒരു എമ്പതി ഗ്യാപ്പ് വരും. എന്നാൽ എല്ലാവരെയും തുല്യമായി കാണുന്നത് നമ്മുടെ കരിയറിൽ ഒരു ഏറ്റവും വലിയ ഇൻവെസ്റ്റ്മെന്റ് ആണ്. അതാണ് നമ്മുടെ സോഷ്യൽ ക്യാപിറ്റൽ. പിന്നെ കണ്ട് പഠിക്കാനുള്ള കണ്ണ്. അതായത് 21-ാം വയസ്സിൽ യൂസഫ് അലി സാഹിബ് CEO ആകാൻ ഒരിക്കലും തിരക്ക് കൂട്ടിയില്ല. അബുദാബിയിൽ ഒരു ചെറിയ കടയിൽ ജോലി ചെയ്യുമ്പോൾ അദ്ദേഹം ഹോങ്കോങ്ങിലും സിംഗപ്പൂരിലും ഒക്കെ പോയി ആൾക്കാർ എങ്ങനെ സാധനം വാങ്ങുന്നു, ആ പർച്ചേസിങ് എങ്ങനെ എന്നെല്ലാം ഒരു ഒബ്സർവേഷൻ ചെയ്ത് ഒരു ഹൈപ്പർ ഫോക്കസ് ഒബ്സർവേഷൻ ആയിരുന്നു അദ്ദേഹം ചെയ്തിരുന്നത്. ഏകദേശം 10 വർഷത്തോളം അദ്ദേഹം ഇങ്ങനെ ചെയ്തു. ഇതിന് നമ്മൾ ഡെലിബറേറ്റ് പ്രാക്ടീസ് എന്ന് പറയും. പുതിയ ടൂളുകൾ നമ്മൾ പഠിക്കുന്നതിനേക്കാൾ പ്രധാനം മനുഷ്യന്റെ മനസ്സ് പഠിക്കുക എന്നുള്ളതാണ്. ഗൾഫിലുള്ള ഒരു മലയാളിക്ക് എന്ത് കണ്ടാലാണ് നാട്ടിലെ ചന്തയിൽ പോയുള്ള ഒരു ഫീല് കിട്ടുക എന്ന് അദ്ദേഹം പഠിച്ചു. അതുകൊണ്ടാണ് നമ്മൾ ഈ ലുലു ഹൈപ്പർ മാർക്കറ്റിലെല്ലാം പോകുമ്പോൾ നമ്മൾ കേരള ഒരു ഫ്ലേവർ അധിക സമയങ്ങൾ കാണാം. ഓണമാകുമ്പോൾ ഓണത്തിന്റെ സെലിബ്രേഷൻ, ഓണത്തിന്റെ ഡെക്കറേഷൻ, വിഷു ആകുമ്പോൾ അതനുസരിച്ച് ആ രീതിയിലൊരു അംബിയൻസ് സെറ്റ് ചെയ്ത് മലയാളികളെ ആകർഷിക്കുക എന്നുള്ള ഒരു കാര്യം നമുക്ക് കാണാൻ കഴിയും. അപ്പൊ നമ്മുടെ ഈ യൂത്തിനോട് പറയാനുള്ളത്, നമ്മുടെ ചെറുപ്രായങ്ങളിൽ ഒരു 20, 25 ആ പ്രായങ്ങളിൽ നിങ്ങൾ എല്ലാം പഠിക്കുക, ഒബ്സർവ് ചെയ്യുക. അത് നിങ്ങളുടെ കരിയറിലേക്ക് ഉപയോഗപ്പെടുത്തുക ലേറ്റർ സ്റ്റേജിൽ. പിന്നെ എല്ലാവരെയും ചേർത്ത് പിടിക്കാൻ അദ്ദേഹത്തിന് കഴിയും. വിശ്വാസം ഒരു മതത്തിന്റെ പേരിലോ ഒരു ജാതിയുടെ പേരിലോ മനുഷ്യരെ അകറ്റി നിർത്താതെ അദ്ദേഹം എല്ലാവരെയും ചേർത്ത് നിർത്തി പള്ളികൾക്കും ശ്മശാനങ്ങൾക്കും ഒക്കെ വേണ്ടി അദ്ദേഹം മുൻകൈ എടുത്തു. അപ്പോൾ ഒരു ഗ്രൂപ്പ് എക്സ്പാൻഷൻ എന്നുള്ള രീതിയിലാണ് അദ്ദേഹം കണ്ടുകൊണ്ടിരുന്നത്. സ്വന്തം ടീമിന്റെ പ്രശ്നം മാത്രം തീർക്കുന്നവരല്ല ശരിക്കുമുള്ള ലീഡർ, ശരിയല്ലേ? മറ്റുള്ളവരുടെ പ്രശ്നങ്ങളിൽ കൂടി ഇടപെട്ട് അദ്ദേഹം ഒരു സ്റ്റേറ്റ്മാനായി മാറി. യൂത്തിനോട് അദ്ദേഹത്തിന്റെ ഒരു മെസ്സേജ് എന്ന് പറഞ്ഞാൽ, നമ്മുടെ ഡിപ്പാർട്ട്മെന്റിലെ പണി മാത്രം നോക്കി നമ്മൾ അതിലെ മാത്രം ഉൾക്കൊള്ളുമ്പോൾ എന്താ സംഭവിക്കുക വെച്ച് കഴിഞ്ഞാൽ മറ്റു ഡിപ്പാർട്ട്മെന്റിലെ ജോലി അവിടെ പെൻഡിങ്. ഒരു ടീം വർക്കായിട്ട് നമ്മൾ അവിടെ നിലകൊള്ളണമെന്നാണ്. പിന്നെ അദ്ദേഹത്തിന്റെ വേറൊരു സൈക്കോളജിക്കൽ മെസ്സേജ് എന്ന് പറഞ്ഞാല് തകർന്നു പോകാത്ത മനസ്സ്. അദ്ദേഹം 2021 ഹെലികോപ്റ്റർ അപകടത്തിൽപ്പെട്ടു, ജീവൻ തിരിച്ചു കിട്ടി. അദ്ദേഹം വളരെ ഹാപ്പി ആയ ഒരു സന്ദർഭത്തില് അദ്ദേഹം വീണ്ടും ജോലിയിൽ പെട്ടെന്ന് തന്നെ സജീവമായി. നമ്മുടെ ഒരു പോസ്റ്റ് ട്രോമാറ്റിക് ഗ്രോത്ത് എന്നാണ് ഇതിന് സൈക്കോളജിയിൽ പറയുക. വീഴ്ചകളിൽ തളരാതെ അതിൽ നിന്ന് ഊർജം ഉൾക്കൊണ്ടുകൊണ്ട് കൂടുതൽ നന്മ ചെയ്യുക. ആ അപകടത്തിന് ശേഷം അദ്ദേഹം കോവിഡ് കാലത്ത് ചെയ്ത കാര്യങ്ങളൊക്കെ നമ്മൾ കണ്ടതാണ്. വളരെയധികം ഊർജ്ജസ്വലനായി അദ്ദേഹം തിരിച്ചു വന്നു. അത് നമ്മൾ ഈ ഒരു യൂത്ത് കരിയർ മേഖലയിലുള്ള ആൾക്കുള്ള ഒരു മെസ്സേജ് എന്ന് പറഞ്ഞാൽ, കരിയറിൽ നമുക്ക് പല അപ്സ് ആൻഡ് ഡൗൺസ്, ക്രാഷ് ഒക്കെ ഉണ്ടാവും, അല്ലെ? നമ്മുടെ ജോലി നഷ്ടപ്പെടും, പുതിയ ജോലിയിൽ നമുക്ക് ഇംപ്രൂവ് ചെയ്യാൻ കഴിയില്ല. അങ്ങനത്തെ എല്ലാം ഉണ്ടായാലും നമ്മുടെ ബേസിക് വാല്യൂസ്, നമ്മുടെ ഫാമിലി എല്ലാം ഒന്നിച്ച് കൊണ്ടുപോയി നമ്മൾ ഉറച്ചു നിന്നാൽ എത്ര അപകടത്തിൽ നിന്ന് നമുക്ക് ഉയർത്തെഴുന്നേൽക്കാൻ കഴിയും. അപ്പോൾ ഇതാണ് കാര്യം. നമ്മുടെ ഈ സൈക്കോളജിക്കൽ ഈ ലെസൺസ് നമ്മുടെ ജീവിതത്തിൽ പകർത്ത് നമ്മുടെ കരിയറിൽ ഉയർച്ച കണ്ടെത്തുക.